ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 42ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വോയിസ് ചെയ്യാൻ എനിക്ക് എന്താ പറയുക, ഒരു ടൈം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരാളാണെങ്കിൽ ഒരാൾ എന്നോട് എന്താ ഇന്ന് വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് രാവിലെ തന്നെ പത്രമൊക്കെ വായിച്ച് ആകെ ഈ ഒന്നുകിൽ ശനിയാഴ്ച ഞായറാഴ്ച മാത്രം ഞാൻ ഈ പത്രത്തിലൊക്കെ എന്താ പറയുക ഇടപെടാറുള്ളൂ കേട്ടോ. സമയമില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ സമയക്കുറവൊന്നുമില്ല. പക്ഷെ ആ രാവിലെ വായിച്ചാലേ വായിക്കുള്ളൂ. രാവിലെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ടൈം കിട്ടൂലല്ലോ. പിന്നെ ഞാൻ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ കൂടി രാവിലെ വായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വായിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ടൈം പത്രം വായിക്കാനുള്ള ടൈം ഞാൻ കണ്ടെത്തുള്ളൂ എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, സുജി ഇല്ല. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, സുജി ഡൽഹി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. മമ്മി ബാംഗ്ലൂരുള്ള ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് രാവിലെ മക്കൾ നല്ല ലേറ്റായിട്ട് എണീക്കുള്ളൂ. ഞായറാഴ്ച അവർക്ക് ട്യൂഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശനിയാഴ്ച ട്യൂഷൻ ഒരു 11 മണിക്കൊക്കെ ട്യൂഷൻ ടീച്ചർ വരും കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് നേരത്തെ, അതായത് ഒരു നേരത്തെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 9 മണി ആ ഒരു ടൈമിലൊക്കെ എണീക്കണ്ടേ. പക്ഷെ ഞായറാഴ്ചയാണ് അവർ ആസ്വദിച്ച് കിടന്നുറങ്ങുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ തന്നെ എണീച്ചത് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. ഇന്ന് ചേച്ചി ഇല്ല കേട്ടോ, ഞായറാഴ്ച ആയിട്ട് ഇന്ന് ചേച്ചി ലീവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാം. ആദ്യം ഒന്ന് ഫുൾ വീടൊന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. എന്നിട്ട് മക്കൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ രാത്രി സുജിയും കൂടി പോയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോയി കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. മക്കൾക്ക് ഇന്നലെ സുജി പാനിപ്പൂരിയൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അധികം പാനിപ്പൂരി, ഗുലാബ് ജാമുൻ, രസഗുള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം അവിടെ നിന്നാൽ ഞാൻ അതൊക്കെ കഴിച്ചു പോവുമോ എന്നുള്ള പേടിയോണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരെ സാധനം അവർക്ക് ഓപ്പൺ ചെയ്തൊക്കെ കൊടുത്ത് കഴിച്ചോന്നും പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി. പിന്നെ എന്താ പറയുക, അത് ക്ലീൻ ആക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ നിന്നില്ല. ഒക്കെ രാവിലെ ആവട്ടെ എന്നുള്ള രീതിയിൽ ഒരു മടി പിടിച്ച് കിടന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് വന്നപ്പോൾ മക്കളല്ലേ ഇതാക്കണത്, മൊത്തം അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണി കണ്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. എന്നാലും അതിലേക്ക് ഞാൻ ആദ്യം കടന്നില്ല. ഞാൻ കുറച്ച് നേരം റിലാക്സായി മുറ്റത്തു കൂടെയൊക്കെ നടന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ പണിയിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഡൈനിങ് ടേബിളിൽ നിന്ന് ഇരുന്നവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാനുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ആദ്യം ഡൈനിങ് ടേബിൾ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഏറ്റവും കൂടുതൽ ഒരു ദിവസം ക്ലീൻ ആക്കുന്ന ഒരു ഏരിയ ഡൈനിങ് ടേബിളായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണ ലിവിങ് റൂമിൽ അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോഫയിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അവിടെയും വൃത്തിയാക്കി നേരെ കിച്ചണിലേക്കാണ് വന്നത്. കിച്ചണിൽ ഇത് മെയിൻ കിച്ചണാണ് കേട്ടോ. മെയിൻ കിച്ചണിൽ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ കൊണ്ടുവെക്കൂലേ, അത് കൊണ്ടുവെക്കും. പിന്നെ അവിടെ വരിവരിക്ക് ഇരിക്കണ കണ്ടോ, അത് അച്ചാർ കുപ്പി കണ്ടോ. പിന്നെ വലിയൊരു സ്റ്റീൽ പാത്രം കണ്ടോ, അത് പപ്പട കണ്ടോ. ആ അച്ചാർ കുപ്പിയും പപ്പട പാത്രവും അവിടെ സ്ഥിരമാണ് കേട്ടോ. ബാക്കി നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ തലേന്നത്തെ ഫുഡ് അങ്ങനെ ഞാൻ ഒന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടു. എന്നിട്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഇതാ മെയിൻ കിച്ചൺ തന്നെയാണിത്. അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കിയിടാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ആ ജനലൊന്ന് തുറന്നിട്ടിട്ടോ, ഉള്ളിലേക്ക് ഒന്ന് പ്രകാശം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആ കൗണ്ടർ ടോപ്പിലുള്ള എന്താ പറയുക, അവിടെ ഇല്ലാത്ത സാധനങ്ങൾ, അവിടെ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട്. പിന്നെ അവിടെ ഒരു എഗ് ട്രേ ഉണ്ടായിരുന്നു കേട്ടോ, പുതിയ എഗ്ഗ് വാങ്ങിയത്, അങ്ങനെ അവിടെ വെച്ചതായിരുന്നു. അപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് എൻ്റെ എഗ് ട്രേയിലേക്ക് ഒക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ എന്താ പറയുക, അങ്ങനെ വെള്ളം കുടിച്ച ഗ്ലാസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാനുള്ളതൊക്കെ അപ്പുറത്തെ കിച്ചണിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പാത്രങ്ങൾ വാഷ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഒക്കെ ഒന്ന്
ഒരു സ്പ്രേ അടിച്ചിട്ട് കോളിനാണ് കേട്ടോ. ഈ കോളിന് നമ്മൾ ഗ്ലാസ് ക്ലീനർ അല്ലേ, പക്ഷെ ഞാനിത് എല്ലാ ക്ലീനിങ്ങിനും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നീറ്റായിട്ട് തുടച്ചിട്ടോ. ഈ കോളിനോട് തുടച്ചത് ഭയങ്കര ഒരു ഷൈനിങ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ വാട്ടർ സ്പ്രേയറിൽ കുറച്ച് വാട്ടർ നിറച്ചിട്ട് ഞാൻ ആ ജനലിൻ്റെ അടുത്ത് കുറച്ച് 4-5 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഡെയിലി ഇച്ചിരി ഒന്ന് സ്പ്രേ ചെയ്യും, ഇച്ചിരി കേട്ടോ. ഡെയിലി ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ ഇലകളിലൊന്നും പൊടി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യണതാണ്. പിന്നെ വീക്ക്ലി ആണ് ഞാൻ നല്ല രീതിയിലൊന്ന് വാട്ടർ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇതാ ബാക്കിയും കൂടി ഒന്ന് തുടച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റൗവ് ഞാൻ അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇനി ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അത് കേടുവരുന്നതിന് മുന്നൊന്ന് യൂസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഡെയിലി തുടച്ചിടും, യൂസ് ചെയ്യലില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ അവിടെയും കൂടി ക്ലീൻ ആയപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു കിച്ചണും കൂടി ക്ലീൻ ചെയ്താൽ നമ്മൾ ക്ലീനിങ് പരിപാടി അങ്ങോട്ട് തീരും. പിന്നെ എന്താ പറയുക, അലക്കാനുള്ള തുണികൾ വാഷിംഗ് മെഷീനിലേക്ക് ഇടാനും കൂടി ഉള്ളൂ. അപ്പോൾ ഈ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് ആ അലക്കാനുള്ള തുണികളും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക ഫ്രീസറിലുള്ള മറ്റെന്താ പറയുക ഐസ് ക്യൂബ് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വരിക ജ്യൂസ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത് എന്താ പറയുക ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ, നല്ല തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു തലക്കെന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ആദ്യം ഞാൻ ആ ഡിഷ് വാഷർ അങ്ങോട്ട് തുറന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക എല്ലാം വേസ്റ്റൊക്കെ കളഞ്ഞ് അതിലേക്ക് വെച്ചാൽ നമ്മളൊരു 10-30 മിനിറ്റ് കൊണ്ട് നമ്മൾ കഴുകി തീർന്ന പാത്രങ്ങൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫ്രീ ആവും. പക്ഷെ ആ പാത്രം പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. നമുക്ക് ഇപ്പോൾ വേണം തോന്നുന്ന പാത്രങ്ങൾ നമ്മൾ അതിലേക്ക് വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ നമ്മളെടുത്ത് അത്ര പാത്രത്തിന് അങ്ങനെ കുറവൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ പിടിച്ച് നിൽക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക എല്ലാം അതിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ബോട്ടിൽസ് കാണുന്നുണ്ട് അവിടെ വെള്ളത്തിൻ്റെ, അതൊന്നും അതിലേക്ക് വെക്കൂല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എന്നും കഴുകുന്ന ബോട്ടിൽസാണ്. കാരണം ഫ്രിഡ്ജിലത്തെ വെള്ളമാണ് ഇവിടെ എല്ലാവരും അധികം കുടിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഓരോ ദിവസം എടുക്കുന്ന ബോട്ടിൽസ് ആരും അങ്ങനെ ഫില്ല് ചെയ്ത് തിരിച്ച് അതിലേക്ക് വെക്കുന്ന ഒരു എന്താ പറയുക നല്ല സ്വഭാവം ആർക്കും ഇവിടെ ഇല്ല. അപ്പോൾ അത് ഇന്നലെ യൂസ് ചെയ്ത ബോട്ടിൽസാണ് കേട്ടോ. അത് ഒരു 5-6 ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകും. ഒരാൾ റൂമിൽ കൊണ്ടുപോകും, ഒരാൾ ലിവിങ് റൂമിൽ കൊണ്ടുപോകും, മറ്റാൾ എന്താ അങ്ങനെ അവിടേക്ക് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോകും. അങ്ങനെ ഓരോന്ന് അങ്ങനെ ഉണ്ടാവും. പക്ഷെ പുതിയ തണുത്ത വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലുള്ള എല്ലാ ബോട്ടിലും ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാതും ആ ബോട്ടിലുള്ള എല്ലാ വെള്ളവും കുടിച്ചു തീർക്കൊന്നുമില്ല. അതിൻ്റെ തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ടിൽ അവിടെ ഇട്ടു അടുത്ത ബോട്ടിലെടുക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തുനിന്നും ഈ ബോട്ടിൽ ആദ്യം പെറുക്കിക്കൊണ്ടിരണം. ഇതാണ് ആദ്യത്തെ ഒരു പണി കേട്ടോ. അങ്ങനെ എന്താ പറയുക ഏകദേശം പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിലേക്ക് വെച്ച് ഡിഷ് വാഷർ അങ്ങോട്ട് ഓണാക്കി വെച്ചു കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ ഒന്ന് അതിലിങ്ങനെ അടിച്ച് കളഞ്ഞു. പിന്നെ ഇതാ ആ കൈകൊണ്ട് കഴുകുന്ന പാത്രങ്ങൾ ഇന്നലെ ചേച്ചി കഴുകി വെച്ചതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. മെയിൻ കിച്ചണിലേക്കുള്ളത് പ്ലേറ്റ്സ് ഗ്ലാസ്സൊക്കെ മെയിൻ കിച്ചണിലാണ് കേട്ടോ വെക്കുക. പിന്നെ കുക്ക് ചെയ്യണ പാത്രങ്ങളൊക്കെയാണ് ഈ ഒരു കിച്ചണിൽ വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റ്സും ഗ്ലാസ്സസൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടുവച്ചു. ഈ കിച്ചണിൽ വെക്കേണ്ടതൊക്കെ അങ്ങനെ ഏകദേശം വെച്ചു. പിന്നെ ഞാനൊരു കാസറോളും പിന്നെ ചായ വെക്കുന്ന പാത്രവും പുറത്ത് വെച്ചതെന്താ വെച്ചാൽ ഇപ്പോൾ ഇനി എനിക്കിത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ചെയ്യണം. അപ്പോൾ ഇടാനുള്ള കാസറോളും ചായ വെക്കാനുള്ള ഇതും ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെച്ചില്ല. പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചപ്പോൾ തന്നെ എടുത്ത് പുറത്തേക്ക് വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അത് അവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്താ കുറച്ച് പാത്രങ്ങൾ കൈകൊണ്ട് കഴുകാണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകുകയാണ്. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ആദ്യം ഞാൻ കഴുകിയത്
മറ്റേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ കുറച്ച് പാനിപ്പൂരിയും ഗുലാബ് ജാമുനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പാർസൽ പാത്രങ്ങളൊന്നും കളയൂല, അതൊക്കെ എടുത്തു വെക്കും. അങ്ങനെ ഒരു ചീഞ്ഞ സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി അതിലേക്ക് എടുത്തു വെച്ചു. പിന്നെ ഇതാ മെയിൻ പടി നമ്മൾ ബോട്ടിൽസൊക്കെ കഴുകുകയാണ്. നമ്മൾ ആ വായ വെച്ച് കുടിക്കണ ആ ഭാഗത്ത് ചെറുതായിട്ട് ചളി വരുന്ന പോലെയൊക്കെ. പിന്നെ കൈ കൊണ്ട് ഇവർ മുറ്റത്തേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ മക്കൾ. കളിച്ച് കഴിഞ്ഞിട്ട് കളിക്കണതിൻ്റെ ഇടയിൽ കുടിക്കാനും, പിന്നെ ഇവർ ബോക്സിങ് ചെയ്യുമല്ലോ, ബോക്സിങ്ങിൻ്റെ ഇടയിൽ കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം. അപ്പോൾ കൈമലൊക്കെ നമ്മൾ വിയർപ്പും ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ച് പിടിക്കുമ്പോൾ ഈ ബോട്ടുമ്മലൊക്കെ ഇങ്ങനെ ചളിയാവും കേട്ടോ. അപ്പോൾ നല്ല എന്നും അങ്ങോട്ട് എല്ലാ ബോട്ടിലും അങ്ങോട്ട് കഴുകലാണ്. ഉപയോഗിച്ച ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഉള്ളും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകും, അങ്ങനെ കേട്ടോ. അത്രേ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലാത്തിലും വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴുകിയതിന് ശേഷം അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് പ്യൂരിഫയറിലെ വെള്ളമാണ് കേട്ടോ ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നേരെ വന്നത് വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്താൽ പിന്നെന്താ പറയുക, നമ്മൾ കുക്കിംഗ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വാഷിംഗ് മെഷീനിലുള്ള തുണി അങ്ങോട്ട് അതിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങോട്ട് വിരിച്ചിട്ടാൽ ഇന്നത്തെ ഏകദേശ പണി കഴിയും എന്നുള്ള ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. മറ്റേത് പഴയതാണ്, സെമി ഓട്ടോമാറ്റിക്. അതിൽ നമ്മളെ എന്താ പറയുക, ഈ മാറ്റുകൾ, ചെരുപ്പുകൾ, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ അതിൽ വാഷ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മുടെ നല്ല തുണികൾ ഈ ഓട്ടോമാറ്റിക്കിലും വാഷ് ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ നിറച്ചതിന് ശേഷം കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആകെ 2 ദോശയാണോ ചുട്ടത്, ഞാനിപ്പോൾ 2ാമത്തെ ദോശയാണല്ലോ. അല്ല കേട്ടോ, കുറേ നേരമായിട്ട് എന്താ പറയുക ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചധികം ദോശ ചുട്ടുണ്ട് കേട്ടോ. ഇത് ദോശ എന്ന് പറയുന്നത് മൈദ ദോശയാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈദ ദോശ. അപ്പോൾ സുജിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ മൈദ ദോശ. അപ്പോൾ സുജി ഉള്ള ദിവസങ്ങളിൽ ഞാൻ മൈദ ദോശ ഉണ്ടാക്കാറില്ല. അപ്പോൾ സുജി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സൂചി ഉള്ള ദിവസം മൈദോശ ഉണ്ടാക്കി സുജിക്ക് വേറെ ഉണ്ടാക്കേണ്ടി വരും, മക്കൾക്ക് വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിമൊക്കെ കിടക്കലില്ല. സുജി ഈ വീക്കെൻഡ്സിലൊന്നും അധികം ഉപ്പ് ഉണ്ടാവാറില്ല. അപ്പോൾ വീക്കെൻഡിലൊക്കെ ഒന്നുകിൽ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച ഈ മൈദദോശ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ ഏകദേശം പണി തീർത്തപ്പോഴും മക്കൾ എണീച്ച് വന്നിട്ട് ചായ ദോശ എന്ന് പറഞ്ഞിട്ട് ആണ് എണീച്ച് വന്നത്. പിന്നെ ഫുൾ പ്രഷറാക്കലായിരുന്നു കേട്ടോ. വിശക്കുണ്ട് മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗത്തിൽ ആ കറിയാക്കി ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റാണ് ഞാൻ ചായക്ക് പാല് അടുപ്പത്തേക്ക് വെച്ചത് കേട്ടോ. കാരണം നമ്മൾ ദോശ ഒക്കെ ചുട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ചായ അങ്ങോട്ട് എന്താ പറയുക ഫുള്ള് ചൂടൊക്കെ പോയി എന്തോ പോലെ ആയിട്ടുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ തന്നെ രാവിലെ താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ സിസ്റ്റർ. അപ്പോൾ അവിടെ എന്താ പറയുക ഒരു മൈദൻ്റെ ഒരു ബോക്സ് കണ്ടോ, പൊടിയിട്ട് വെച്ച ബോക്സ് കണ്ടോ ചായപാത്രത്തിൻ്റെ അടുത്ത് ഇപ്പുറത്ത്. അപ്പോൾ അതെന്താ അവിടെ വെച്ചതെന്ന് വെച്ചാൽ അവൾ വീഡിയോ കോളാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ ദോശ ചുടുന്നു, അവളോട് സംസാരിക്കണു. അങ്ങനെ ആയിട്ട് എന്താ പറയുക ഫുൾ ദോശ ചുടാൻ കഴിഞ്ഞ് നേരത്താണ് കേട്ടോ അവൾ ഫോൺ കട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം അടുക്കളയിലൊക്കെ പണി തീർന്നു എന്നുള്ള ആ ടൈമിലാണ് അവൾ ഫോൺ കട്ട് ചെയ്തത്. അതുവരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ ഒരു വിഷയദാരിദ്ര്യം എന്നുള്ളത് ഉണ്ടാവില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവളെ മക്കളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, ഇപ്പോഴും കഴിഞ്ഞില്ലേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വന്നിട്ട് ഇപ്പോഴും നിങ്ങളത് തീർന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ ഞങ്ങളതൊന്നും ആരെയും മൈൻഡ് വെക്കാറില്ല. അതാണ് ഞങ്ങളെ ഒരു കാര്യം കേട്ടോ. എന്താ മക്കളെ എണീച്ച് ഇങ്ങനെ ഫുഡായോ എന്നൊക്കെ, അപ്പോൾ നിങ്ങൾ കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക മമ്മ വാരി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മ വാരി തരണമെന്നുണ്ടെങ്കിൽ
എന്താ പറയുക ഇതൊക്കെ കഴിയണം, പണി കഴിഞ്ഞാലേ മമ്മ വാരി തരുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ പണി കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം അവർ അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ടോട്ടോൻ്റെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാൻ ഒരു മൈദ ദോശയും കുറച്ച് ബീഫ് കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് സമാധാനത്തിലിരുന്ന് കഴിക്കുകയാണ്. ആ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. കിടന്നൊക്കെ കുറച്ച് എന്താ പറയുക ഒന്ന് സമാധാനത്തിൽ കിടന്ന് ഒക്കെ ഒന്ന് സെറ്റിലായതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അലക്കിയത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇന്നലത്തെ വിരിച്ചിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അവിടെ കൊണ്ടുവിട്ടതിന് ശേഷമല്ലേ നമുക്ക് വിരിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ അയൽ കേട്ടോ. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ താഴ്ത്തുന്നത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കയറ് കണ്ടോ, അവിടെ ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റുന്ന സംഭവമുണ്ട്. അതിന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ എന്താ പറയുക അങ്ങനെ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇതധികം ഇങ്ങനെ വീടുകളിലൊന്നും ആരും യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ഫ്ലാറ്റുകളിലാണ് കേട്ടോ. ഫ്ലാറ്റുകൾ നമുക്ക് ഭയങ്കര സ്ഥലപരിമിതികൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ബാൽക്കണീസിലൊക്കെ ആണല്ലോ നമ്മൾ വിരിച്ചിടുക. അപ്പം ബാൽക്കണിയിൽ ഇങ്ങനത്തെ ഞാൻ ഇപ്പോൾ ചെറുതുകളൊക്കെ വെച്ച സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചാൽ പിന്നെ തീരെ സ്ഥലം കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ ഫ്ലാറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ടതിന് ശേഷം മുകളിലേക്ക് വലിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് താഴെ നിൽക്കുകയും ചെയ്യാം. ഭയങ്കര കൺവീനിയൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എത്ര വില എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ നേരത്തെ ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് 1 6 അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 12 ആയാലുണ്ട്. അത് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ ഇത് 1 വർഷം 1.5 വർഷമായിപ്പോൾ ഞാൻ യൂസ് ചെയ്യണോ, ഒന്നും പറ്റിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്, നമ്മൾ വെയിറ്റൊക്കെ ഉള്ള. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനത്തത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് സുജിൻ്റെ ഏട്ടനും വൈഫും ബാംഗ്ലൂരാണല്ലോ. അപ്പോൾ അവർ അവിടെ ഫ്ലാറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോഴേ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അനിയൻ്റെ എന്താ പറയുക ഫ്ലാറ്റിലും അനിയനും വൈഫും താമസിക്കുന്ന എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്ലാറ്റിലും ഇതന്നെയാണുള്ളത്. അതിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഞാനിത് വാങ്ങിയതുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ ഈ സ്ഥലപരിമിതികളുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം വിരിച്ചിട്ടുണ്ട്. ഈ ചെറുത് സാധനങ്ങളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ എനിക്ക് എന്താ പറയുക അതന്നെ മതി. പക്ഷെ ഇത് വാങ്ങാൻ കാരണം മഴക്കാലത്ത് ഒട്ടും തുണികൾ ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിരിച്ചിടാൻ ഒട്ടും സ്ഥലം ഉണ്ടാവാതായപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോൾ അതിൽ ചെറുതുകളൊക്കെ വിരിച്ചിടും. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക മക്കൾ അതിൻ്റെ ഇടയിൽ ബുക്കും പിടിച്ചൊക്കെ വരുന്ന നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മക്കളെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. കാരണം എല്ലാം നടക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് നടന്നാൽ പിന്നെ എനിക്ക് പോയിട്ട് ഇതിൻ്റെ പരിപാടികളായിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. കാരണം ഇവർക്ക് മൈദ ദോശ ആയാൽ പിന്നെ ബീഫ് കറി ഉണ്ടല്ലോ, നോൺ വെജ് കറിയും എന്തെങ്കിലും ദോശ ഉണ്ടായാൽ പിന്നെ അവർക്കത് മതി. അപ്പോൾ പിന്നെ ഉച്ചക്കും അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്ത രാത്രിയാണ് കേട്ടോ. അവർക്ക് രാത്രി ദോശ തന്നെ കഴിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദോശയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 1 2 ദോശ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ നൂഡിൽസ് മതി എന്ന് അവർ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണിയോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായി കാര്യം. അപ്പോൾ നൂഡിൽസും എഗ്ഗും ബുൾസയും കൊടുത്തിട്ട് അത് അവർക്ക് കൊടുത്തു. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഒരു 12 മണി ആയപ്പോൾ സുജി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, കാരണം ഞങ്ങൾ ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സുജി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല, കാരണം നാളെ സ്കൂളില്ലതല്ലേ. അപ്പോൾ മക്കളെ പിടിച്ച് വേഗം കിടത്തി ഉറക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.